നമുക്കിപ്പോൾ കഴിഞ്ഞിടെ ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ടാലി ജി എസ് ടിയിൽ ലാസ്റ്റ് നമ്മൾ രണ്ട് മെയിൻ ട്രാൻസാക്ഷൻ ആണ് ചെയ്തത്. അത് രണ്ടും സിമ്പിൾ ട്രാൻസാക്ഷൻ ആയിരുന്നു. ഈ രണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ 3/4 മണിക്കൂർ വന്നിട്ട് തീർന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ തന്നെ ഓർക്കാം. അതായത് ഇവിടെ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാല് ആകെ ബിസിനസ്സിൽ നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളൂ. ഒന്ന് കേരളത്തിലുള്ള DLF ലിമിറ്റഡ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് 10 സിസ്റ്റംസ് മേടിച്ചു. കേരളത്തിൽ തന്നെയുള്ള SK എന്റർപ്രൈസ് എന്ന് പറയുന്ന പാർട്ടിക്ക് 10 സിസ്റ്റംസ് വിറ്റു. ഓക്കെ, ഒരു പർച്ചേസ് ഒരു സെയിൽ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാലിയിൽ എടുത്ത് നോക്കേണ്ടത് ഈ പാർട്ടിയുടെ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇതായിരിക്കണം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കമ്പനി. ഓക്കെ, സെക്കൻഡ് മെയിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഡേറ്റ് ഒന്ന് എടുത്ത് നോക്കാം. രണ്ട് ട്രാൻസാക്ഷൻ, ഒന്ന് പർച്ചേസ് ചെയ്തത്, നെക്സ്റ്റ് സെയിൽ ചെയ്തത്. പർച്ചേസ് ചെയ്തത് 4 ലക്ഷത്തിന്റെ സാധനം, 4 ലക്ഷത്തിന്റെ ഐറ്റം മേടിച്ചപ്പോ 72,000 രൂപ ടാക്സ് അല്ലെങ്കിൽ GST പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇനി 4 ലക്ഷത്തിന്റെ സാധനം നമ്മള് 5 ലക്ഷത്തിനാണ് വിറ്റത്. വിറ്റപ്പോഴും നമ്മൾ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. കസ്റ്റമറായ SK എന്റർപ്രൈസ് ആയിരിക്കും ആ ഒരു GST തരുന്നത്. ഇനി റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ പോവാം. GST റിപ്പോർട്ടിൽ GSTR 1ഉം 2യും ചെക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ GSTR 1 എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു റീസൺ കൊണ്ട് വരാതിരിക്കുന്ന ഇവിടെ പീരീഡ് മാർക്ക് എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പീരീഡ് മാറ്റി നോക്കാം. നമ്മളെ മെയിലായിരുന്നു ട്രാൻസാക്ഷൻ. 1 മെയ് മുതൽ 31 മെയ് വരെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെയിൽസിന്റെ കാര്യം. ഇനി GSTR 2A എടുത്ത് നോക്കി കഴിയുമ്പോൾ അതാണ് പർച്ചേസിന്റെ ഇൻഫോർമേഷൻ. 1 മെയ് ടു 31 മെയ് എടുത്ത് നോക്കുമ്പോൾ അവിടെയും ആ ഒരു ഇൻഫോർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ എന്തായിരുന്നു അത് കാണുന്നില്ല, പിന്നീട് നോക്കിയിട്ട് വന്നില്ല. നമുക്ക് നോക്കാം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു അൺസർട്ടൻ ട്രാൻസാക്ഷനിൽ വന്നത് അതിപ്പോ പോയി സോൾവ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്പർ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചായിരിക്കും. അപ്പോൾ ഇതാണ് GSTR 1ഉം 2Aയും. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GST റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, GSTR 3 എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് മന്ത്ലി റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു മാസത്തിൽ നടന്ന GST ട്രാൻസാക്ഷന്റെ ആകെ സമ്മറി. അപ്പോൾ 3B എടുത്ത് നോക്കുമ്പോൾ എല്ലാനും നമുക്ക് കാണാൻ പറ്റണം. അതായത് ഇവിടെ ഇപ്പോൾ 1 മെയ് ടു 31 മെയ് ആക്കി കഴിയുമ്പോൾ കമ്പനിയുടെ പർച്ചേസിന്റെ വിവരങ്ങളും കാണാൻ പറ്റും, പിന്നെ സെയിൽസിന്റെ വിവരങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ നോക്കാം, ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് സപ്ലൈസ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയ സാധനങ്ങളുടെ മീതെ ഉള്ള ടാക്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സെയിൽസിന്റെ മീതെ ഉള്ള കളക്ട് ചെയ്ത ടാക്സ് ആണ് ഇത്. അപ്പൊ ഇവിടെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം കിടപ്പുണ്ട്. ഈ 5 ലക്ഷം എന്ന് പറയുന്നത് 4 ലക്ഷത്തിന്റെ സാധനം നമ്മൾ വിറ്റത് 5 ലക്ഷത്തിന്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു 5 ലക്ഷം ടാക്സബിൾ എമൗണ്ട് ആയത്. ഈ 5 ലക്ഷം ഐറ്റത്തിന്റെ 18% ടാക്സ്. അങ്ങനെയാണ് CGST പാർട്ട് 45,000, SGST പാർട്ട് 45,000 വരുന്നത്. ഇനി ഇവിടെ IGST ഇല്ലാതെ ഇരിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന്റെ അകത്ത് മാത്രമേ ഇതുവരെ കച്ചവടം ചെയ്തിട്ടുള്ളൂ, പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് സെൻട്രലും സ്റ്റേറ്റും ഗവൺമെന്റ് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് ടോട്ടല് 90,000 രൂപ നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കാനുണ്ട്. ഓക്കെ, ഇനി ഇതേ ഇൻഫോർമേഷൻ തന്നെയായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിയുമ്പോഴും. അതായത് ഇപ്പോൾ ഗോട്ടൂല് പോയി ബാലൻസ് ഷീറ്റ് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിൽ കമ്പനിയുടെ നിലവിലെ അവസ്ഥ കാണാൻ പറ്റും. എത്ര ബാധ്യതകളുണ്ട്, എത്ര സ്വത്തുക്കൾ ഉണ്ടെന്ന് കാണാം. അതില് ഈ ബാധ്യതകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പ് കിടപ്പുണ്ട്. അതിന്റെ അണ്ടറിലാണ് നമ്മൾ GST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ GST ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ
ഇവിടെ ഇൻപുട്ട് ടാക്സും കാണാം, ഔട്ട്പുട്ട് ടാക്സും കാണാം. ഇതിൽ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് 90,000 എന്ന് പറഞ്ഞ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് അത്രയും എമൗണ്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കാനുണ്ട്. ബാധ്യത ആണ്, ലൈബിലിറ്റി ആണ്. ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളത് 90,000. പിന്നെ ഇവിടെ ഒരു അസറ്റ് ആയിട്ട് 72,000 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇത് തന്നെയായിരിക്കും ആ റിപ്പോർട്ടിൽ കാണുന്നത്. ഈ റിപ്പോർട്ടിലുള്ള കാര്യം തന്നെയായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്നത്. അതായത് ഇവിടെ 90,000 രൂപ ഗവൺമെന്റിലേക്ക് നമ്മൾ ഗുഡ്സ് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ കളക്ട് ചെയ്ത ടാക്സ് അനുസരിച്ച് 90,000 കൊടുക്കാനുണ്ട്. പിന്നെ ഇതിന്റെ താഴെയുള്ള ഈ ഒരു ഇൻഫോർമേഷൻ ആണ് ഇത്. അപ്പൊ അതിനെ പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് ആ സെക്ഷനിലായിട്ടാണ് കാണിക്കുന്നത്. അതിനെ ITC എന്നും പറയും. അതിന്റെ താഴെ വേറെ ഓരോ സെക്ഷൻസ് എടുപ്പുണ്ട്. അതിൽ നെറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ, അതായത് ഈ A എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് B മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആകെ തുക. അതായത് ഇപ്പോ എന്തെങ്കിലും പർച്ചേസ് നമ്മൾ ഡിലീറ്റോ റിവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ മൈനസ് ആയിട്ട് കിടക്കും. പിന്നെ സിയിൽ ബാക്കി തുകയായിരിക്കും ഉണ്ടാവുന്നത്, A മൈനസ് B. അതായത് ഇതാണ് A B C, അങ്ങനെ 3 സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 36,000 മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണുന്നത്. അവിടെ ഒരു 72,000 കിടപ്പുണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നോക്കുമ്പോഴാണ് ഓൾ അതർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ കൂടി ഉണ്ട്. അവിടെ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ പർച്ചേസിന്റെ ബില്ലിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ബില്ലിലേക്കായിരിക്കും പോകുന്നത്. അപ്പോ മനസ്സിലാക്കുക, നമ്മുടെ പർച്ചേസ് ചെയ്ത ടാക്സിനെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ITC എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ITC എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമ്മള് ടാക്സ് ഓൺ ഔട്ട്പുട്ട് ആണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് നോക്കുമ്പോൾ 90,000 രൂപ ഗവൺമെന്റിലേക്ക് പേ ചെയ്യാനുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. കാരണം 90,000 രൂപയാണ് നമ്മൾ SK എന്റർപ്രൈസ് എന്ന് പറയുന്ന, അതായത് ഇവിടെ നിന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ബില്ലിലേക്ക് പോവാം. SK എന്റർപ്രൈസ് ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 90,000 രൂപ. അപ്പോൾ അത് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. അതാണ് നമ്മുടെ ബാധ്യത. ഓക്കെ, അപ്പോ ഈ ഒരു ടാക്സ് ഓൺ ഔട്ട്പുട്ട് പേ ചെയ്യുന്ന സമയത്ത് ടാക്സ് പേയർക്ക് ടാക്സ് കുറയ്ക്കാനുള്ള ഒരു അധികാരമുണ്ട്. അതാണ് ഈ ഒരു GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. ആ അധികാരത്തിനെ പറയുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് കുറക്കേണ്ടതെന്ന് വെച്ചാൽ വെറുതെ കുറക്കാൻ പറ്റില്ല. ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് ടാക്സ് പെയ്ഡ് ഓൺ ഔട്ട്പുട്ടിന് കുറക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെയാണ് ക്ലെയിമിംഗ് GST പെയ്ഡ് ഓൺ പർച്ചേസ് എന്നും കൂടി പറയുന്നത്. പിന്നെ ഈ ഒരു ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പർച്ചേസ് ചെയ്ത ഗുഡ്സിന്റെയും സർവീസിന്റെയും, അതായത് ഈ ഒരു ഗുഡ്സും സർവീസും കമ്പനിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ കമ്പനിയുടെ നെക്സ്റ്റ് ഘട്ടത്തിലേക്കും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം. അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ITC കിട്ടുള്ളൂ. അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ITC കിട്ടൂല. അങ്ങനെയാണ് റൂള്. അപ്പോൾ ഇവിടെ 90,000 കൊടുക്കാനുണ്ട്. ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നടത്തി നോക്കാം. ഓക്കെ, 90,000 പേ ചെയ്യാനുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി അടച്ച ടാക്സ് 72,000. ഇതിന് ഓൾറെഡി അടച്ച ടാക്സ് എന്നും കൂടി പറയാം. കാരണം എന്താന്ന് വെച്ചാല് ഓക്കെ, ബാക്കി 18 ആണ് കേട്ടോ. അതായത് 90,000 72,000 ഇതിനെ ഓൾറെഡി നമ്മൾ പേ ചെയ്ത ടാക്സ് എന്ന് കൂടി പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ടാക്സ് എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വ്യക്തിക്കാണ്, DLF ലിമിറ്റഡ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് എമൗണ്ട് DLF ലിമിറ്റഡ് എന്നുള്ള സപ്ലയർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അടക്കുന്ന ടാക്സ് ഇയാൾ വഴി ഗവൺമെന്റിലേക്ക് എത്തിക്കോളും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ അക്കൗണ്ടിങ്ങിൽ ഈ ഒരു ഇൻപുട്ട് ടാക്സിന് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അസറ്റ് ആയിട്ട് വരുന്നത്. അസറ്റ് എന്നുള്ള ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കാൽക്കുലേഷൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. 90,000 നിന്ന് 72,000 പോകുമ്പോൾ ബാക്കി 18,000 രൂപയാണ് നമ്മൾ ഈ മാസം ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 90,000 കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 72,000 ഓൾറെഡി നമ്മൾ സപ്ലയറിന്റെ കയ്യിലേക്ക് ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാലൻസ് 18,000 രൂപ മാത്രം നമ്മൾ പേ ചെയ്താൽ മതി.
ഓക്കെ. ഇനി ഈ 18,000 രൂപ എങ്ങനെ വന്നു എന്നുള്ളതും വേണമെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മള് 4 ലക്ഷത്തിന് മേടിച്ചു, 5 ലക്ഷത്തിന് വിറ്റു, അപ്പൊ ലാഭം എത്ര വരും? 1 ലക്ഷം. ഓക്കെ. അപ്പോ ആ ഒരു 1 ലാഖിന്റെ 18% ടാക്സ് എന്ന് പറയുമ്പോൾ എത്ര നോക്കി? 18,000. ഓക്കെ. ആ ടാക്സ് ആയിരിക്കും ശരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത്. നമ്മൾ എത്രയാണോ നമ്മുടെ കമ്പനിയിൽ ഇട്ട് മൂല്യം വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ മൂല്യം വർദ്ധിപ്പിച്ചത് അതിന്റെ മാത്രം ടാക്സ് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ. ആ ഒരു ലോജിക്കിലേക്കും കൂടി വരാനായിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് ഓൾറെഡി നമ്മൾ അടച്ച ടാക്സിനെ മൈനസ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. പിന്നെ ഇതിനൊരു സെറ്റ് ഓഫ് ഓർഡർ കൂടിയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തപ്പോ വെറുതെ മൈനസ് ചെയ്തില്ലേ, അങ്ങനെ നമുക്ക് മൈനസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് ഒരു ഓർഡർ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഇൻപുട്ടും ഔട്ട്പുട്ടും മൈനസ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പല പല ഗവൺമെന്റിലേക്കാണ് ഈ പറഞ്ഞ ടാക്സിന്റെ എമൗണ്ട് പോകുന്നത്. അപ്പോൾ തോന്നിയത് പോലെ നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിങ്ങനെ നിലവിലുള്ള GST ആക്ട് അനുസരിച്ചാണ് ഈ പറഞ്ഞ സെറ്റ് ഓഫ് ഓർഡർ ഇപ്പൊ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങളൊരു കമ്പനിയിലൊക്കെ അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അത്യാവശ്യം സീനിയർ മോസ്റ്റ് പൊസിഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് പേപ്പറിൽ നിന്നും അല്ലെങ്കിൽ പല വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇത്, ക്ലിയർ ടാക്സ് എന്ന് പറയുന്നത്. കാരണം ഈ ഗവൺമെന്റ് നിയമങ്ങൾ ഇവര് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ ടാക്സിന്റെ പോലുള്ള കാര്യങ്ങൾ. ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ചിലപ്പോൾ ചില 3 മാസം കൂടുമ്പോഴൊക്കെ ഇതിപ്പോ 1 ഫെബ്രുവരി 2023 അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതിയ എന്തെങ്കിലും സെക്ഷനോ സബ്സെക്ഷനോ ഒക്കെ അവർ ആഡ് ചെയ്യും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വല്ല CA CMA ലെവലിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ താഴെ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവും. അതായത് ഇതാണ് ഈ സെറ്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഇതിങ്ങനെ ഒരു ടേബിൾ ആക്കി ഒരു വെച്ചിട്ടുണ്ട്. എവിടെ ഇങ്ങനെ 1, 2, പിന്നെ 3, പിന്നെ ഓക്കെ 4, 5, 6, 7 എന്നിങ്ങനെ റോമൻ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. പണ്ട് 3-ാം ക്ലാസ്സിലെ മാത്സിലായിരുന്നു ഈ പറഞ്ഞ റോമൻ ലെറ്റർ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഓക്കെ, ഇതിങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പൊ 1, 2, 3, 4, 5, 6, 7. ഓക്കെ. അപ്പോ ഈ ഒരു ഓർഡറിലാണ് ഇങ്ങനെ മൈനസ് ചെയ്ത് പോകേണ്ടത്. അതിനായിട്ടാണ് ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട്, ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ്. ഈ ഇന്റഗ്രേറ്റഡ് ടാക്സ് അതിനെയാണ് IGST എന്ന് പറയുന്നത്. ഈ IGST ആരാണ് കൊണ്ടുപോകുന്നത്? ഇത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും? സെൻട്രലായിരിക്കും. മോദിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത്. ഓക്കെ. IGSTയും CGSTയും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്കായിരിക്കും പോകുന്നത്. അപ്പോ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് IGST ഔട്ട്പുട്ട് ആണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം ഇൻപുട്ട് IGST ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻപുട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻപുട്ട് CGST അല്ലെങ്കിൽ ഇൻപുട്ട് SGST യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇന്റഗ്രേറ്റഡ് ടാക്സ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇപ്പോ ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് സെൻട്രൽ ടാക്സ് ആണെങ്കിൽ, അതായത് ഇപ്പോ ഈ IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻപുട്ട് IGST യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ. ഇതിലിപ്പോ ഇൻപുട്ടിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻപുട്ട് ഉപയോഗിക്കുന്ന ഓർഡർ ആണ് ഇങ്ങനെ 1, 2 എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളത്. ഈ ഇൻപുട്ട് IGST യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ് എന്നിവർ എഴുതി തന്നിട്ടുണ്ട്. അതായത് ഇൻപുട്ട് IGST ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് ഈ പറഞ്ഞ ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ടാക്സിന്റെ ഇൻപുട്ട് ഉപയോഗിക്കേണ്ടത് ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് സെൻട്രൽ ടാക്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ടാക്സ് കുറക്കാനായിട്ട് ഉപയോഗിക്കാം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ അതിന് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം.
അതായത് ഈ ഒരു ഔട്ട്പുട്ട് IGST ആണ് ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത് ഔട്ട്പുട്ട് IGST. അപ്പോ അതില് ഫസ്റ്റ് ഉപയോഗിക്കണ ഏതാണ് നോക്കാം. ആദ്യം എല്ലാ കേസിലും ഉപയോഗിക്കേണ്ടത് ഈ ഒരു ഇൻപുട്ട് IGSTയുടെ ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. സോറി, IGSTയുടെ ഇൻപുട്ട് ആണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് IGST ഇപ്പൊ സേ ഒരു 1000 രൂപയാണെങ്കിൽ അതിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് IGSTയുടെ തന്നെ ഇൻപുട്ട് ആണ്. ഇപ്പോൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ 1000 രൂപ ഔട്ട്പുട്ട് IGST ഉണ്ട്. അതിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഇൻപുട്ട് IGST ആയിട്ട് 200 രൂപ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ 1000-200 പോകുമ്പോൾ ബാക്കി 800 രൂപ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അതായത് ഇവിടെ ഇൻപുട്ട് IGST ഫസ്റ്റ് ഇവിടെ എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ സെക്കൻഡ് ഉപയോഗിക്കേണ്ടത് ഔട്ട്പുട്ട് ലയബിലിറ്റി സെൻട്രൽ ടാക്സ്, ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടാണ്. അതിപ്പോ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഒരു 1, 2 കഴിഞ്ഞു. പിന്നെ 3 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് മാൻഡേറ്ററിലി. അപ്പോൾ 1, 2, 3 പിന്നെ നെക്സ്റ്റ് 4ലേക്ക് എത്തി. ഓക്കെ, 4 ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ സെൻട്രൽ ടാക്സ് നെക്സ്റ്റ് ഇൻപുട്ട് സെൻട്രൽ ടാക്സ് ആണ്. ഇൻപുട്ട് സെൻട്രൽ ടാക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം ഈ പറഞ്ഞ ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് സെൻട്രൽ ടാക്സ് സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് IGST ഇതില് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ് ഈസ് ടു ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് മാൻഡേറ്ററിലി. എന്തായാലും ഈ പറഞ്ഞ ഇൻപുട്ട് IGST ഇങ്ങനെ മൈനസ് ചെയ്ത് കുറക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇൻപുട്ട് IGST യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ CGST എന്ന് നമുക്ക് എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും തികഞ്ഞില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അതായത് ഇപ്പൊ 1000-200 പോകുമ്പോൾ ബാക്കി 800, 800-300 പോകുമ്പോൾ ബാക്കി 500, 500-100 പോകുമ്പോൾ ബാക്കി 400. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ടിനെ ഇങ്ങനെ കുറച്ച് വരുന്നത്. അതായത് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള ടാക്സ്. അത് നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് മൈനസ് ചെയ്യണം. പക്ഷെ ആ മൈനസ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ഔട്ട്പുട്ടിനെ ആദ്യം ഇൻപുട്ട് IGST വെച്ച് മൈനസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് CGSTയുടെ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. എന്നിട്ട് ഇൻപുട്ട് SGSTയുടെ എമൗണ്ട് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ബാക്കി എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിലാണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡർ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഒന്ന് മനസ്സിലാക്കാം. ഈ സെറ്റ് ഓഫ് ഓർഡർ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. കാരണം ഇതാണ് എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയാലും. ഓക്കെ, ഇതിപ്പോ ഔട്ട്പുട്ട് IGSTയുടെ സെറ്റ് ഓഫ് റൂൾ ആണ്. ഇനി ഇതിന്റെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് CGST, SGSTയുടെ സെറ്റ് ഓഫ് റൂൾ ഉണ്ട്. ഓക്കെ, അപ്പോ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഇവിടെ 1, 2, 3, 4 ഘട്ടങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ 5 എണ്ണമുണ്ട്. ഓക്കെ, അതാണ് മെയിൻ വ്യത്യാസം. അപ്പൊ അതെന്താണ് ഡിഫറൻസ് നോക്കാം. അതായത് ഔട്ട്പുട്ട് CGSTയിൽ ഇൻപുട്ട് IGST വന്നിട്ടുണ്ട്, ഇൻപുട്ട് CGST വന്നിട്ടുണ്ട്. കുറവ് എന്തിന്റെയാണ്? ഇത് SGSTയുടെ കുറവുണ്ട്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെയും കയ്യിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലേക്കും പോകേണ്ട ടാക്സ് ആണ് CGST, SGST. ഒരിക്കലും അത് രണ്ടും തമ്മിൽ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ചിന്തിക്കുക. അപ്പോ ഈ ഔട്ട്പുട്ട് CGST ആണ് നമുക്ക് പേ ചെയ്യാനുള്ളതെങ്കിൽ അത് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പോ അതിനെ മൈനസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ആദ്യം ഇൻപുട്ട് IGSTയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. എന്നിട്ടും തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് CGSTയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കാം, അതെടുത്ത് ഉപയോഗിക്കാം. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ SGSTയുടെ എമൗണ്ട് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിപ്പോ ഔട്ട്പുട്ട് CGST ആണ്. CGSTയുടെ എമൗണ്ട് ഒരിക്കലും SGST ഉപയോഗിച്ചിട്ട് മൈനസ് ചെയ്യാൻ പാടില്ല. ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അങ്ങനെയാണ് റൂൾ.
ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഔട്ട്പുട്ട് ടാക്സ് ഒരിക്കലും ഇൻപുട്ട് എമൗണ്ട് വെച്ച് മൈനസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഇവിടെ ഇപ്പോ ഈ ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്നത്, ഓക്കെ അഞ്ജനക്ക് എന്ത് മനസ്സിലായി ഔട്ട്പുട്ട് സി ജി എസ് ടി? എന്താണ് ഔട്ട്പുട്ട് സി ജി എസ് ടി? ഔട്ട്പുട്ട് ടാക്സ് എന്തായിരുന്നു? എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? ഓക്കെ നീരജ്, എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? ഓക്കെ നീരജ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ഇത് എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? ഓക്കെ, സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ടാക്സ്, അതാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇപ്പൊ ഇൻപുട്ട് ടാക്സ്? പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ്. ഓക്കെ, അപ്പോ ഈ ഒരു ഔട്ട്പുട്ട് സി ജി എസ് ടി എപ്പോഴാണ് വരുന്നത്? എപ്പോഴായിരിക്കും ഹാഷിമ ഔട്ട്പുട്ട് സി ജി എസ് ടി ടാക്സ് വരുന്നത്? സെയിൽ ചെയ്യുമ്പോൾ. എവിടെ? കേരളത്തിലാണോ കേരളത്തിന്റെ പുറത്താണോ? അല്ല, കേരളത്തിന്റെ അകത്ത് കച്ചവടം നടത്തുമ്പോൾ ഗുഡ്സ് പുറത്തേക്ക് പോകുന്നു, അപ്പോൾ വരുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോ സി ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റ് ആണ്. സി ജി എസ് ടിയും എസ് ജി എസ് ടിയും വരുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? അതാണ് ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതിന്റെ ക്ലാസ്സിന്റെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും സംഭവങ്ങൾ മനസ്സിലാകാതെ ഇവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇതിന്റെ കാര്യം. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിപ്പോ ഈ ടാക്സ് ആണ്. ഇനിയിപ്പോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പോകാൻ പോകുന്ന ഇൻകം ടാക്സിലോട്ടായിരിക്കും. ഈ ടാക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് അക്കൗണ്ടിങ് ആണ്. ഈ ഫീൽഡിൽ ഈ സംഭവം നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കാര്യമില്ല. അതായത് ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ നമ്മൾക്ക് എന്തായാലും ടാക്സ് കാണേണ്ടി വരും. ടാക്സ് ടാക്സ് ആണ്. അപ്പോ ടാക്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തലേ ദിവസം മുമ്പുള്ള കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡേയിലുള്ള കാര്യം മനസ്സിലാവില്ല. ഓക്കെ, അതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ തലേ ദിവസം മുമ്പ് ഈ പറഞ്ഞ സി ജി എസ് ടി എപ്പോഴാണ് വരുന്നത്, എസ് ജി എസ് ടി എപ്പോഴാണ് വരുന്നത്, ഈ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്, ഇൻപുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡിംഗ് എടുത്ത് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അല്ലാതെ ഒരു പെൻ ഡ്രൈവില് സംഭവം കോപ്പി ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എളുപ്പത്തിൽ ആ സംഭവം ചെയ്തു തന്നെ. പക്ഷെ അതങ്ങനെ ചെയ്യാൻ പറ്റൂല. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കണം. ഇനിയിപ്പോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം, എന്താണ് ഔട്ട്പുട്ട് എന്താണ് ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രമിക്കാതെ ഡൗട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശ്രമിക്കണം, ആലോചിക്കണം, ചിന്തിക്കണം. അതായത് ഇപ്പോ ഇതില് ഈ ഒരു ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇപ്പൊ നമ്മളുടെ ഈ ഒരു ബില്ല് എടുത്ത് നോക്കി കഴിയുമ്പോ ഇവിടെ കണ്ടത് ഇവിടെ കിടപ്പുണ്ട് ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഇതാണ് സെയിൽസ് ബില്ല്. ഓക്കെ, സെയിൽസ് ടൈറ്റിൽ സെയിൽസ് എസ് കെ എന്റർപ്രൈസ്. എസ് കെ എന്റർപ്രൈസ് എന്ന് പറയുന്ന വ്യക്തി എവിടെയാണെന്ന് നോക്കാം. കേരളത്തിലുള്ള വ്യക്തിയാണ്. കേരളത്തിലുള്ള വ്യക്തിക്ക് വിറ്റപ്പോ വന്ന ടാക്സ് എന്താണെന്ന് നോക്കാം. ഔട്ട്പുട്ട് സി ജി എസ് ടി, ഔട്ട്പുട്ട് എസ് ജി എസ് ടി. ഓക്കെ, ഇനി കേരളത്തിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോ വരുന്ന ടാക്സ് ആണ് ഇൻപുട്ട് സി ജി എസ് ടി, ഇൻപുട്ട് എസ് ജി എസ് ടി. നമ്മളാകെ ഇപ്പോ ഏറ്റവും എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാല് രണ്ട് സിറ്റുവേഷൻ മാത്രമേ ഇവിടെ ഇപ്പൊ ഡീൽ ചെയ്തിട്ടുള്ളൂ. അതായത് ഇവിടെ കണ്ടത് ഒരു പർച്ചേസും ഒരു സെയിൽസും. അപ്പൊ പർച്ചേസ് ചെയ്തപ്പോ വന്ന ടാക്സ് ഏതാ നോക്കാം, ഇൻപുട്ട് സി ജി എസ് ടി, ഇൻപുട്ട് എസ് ജി എസ് ടി. ഓക്കെ, അപ്പോ ഇനി ഈ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും മൈനസ് ചെയ്യാനുള്ള ഒരു ഓർഡർ ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഔട്ട്പുട്ട് സി ജി എസ് ടി എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഇൻപുട്ട് ഐ ജി എസ് ടിയുടെ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ടും തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സി ജി എസ് ടിയുടെ എമൗണ്ട് എടുക്കുക, ബാലൻസ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. ഇനിയിപ്പോ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കുള്ളത് ഈ സി ജി എസ് ടി, എസ് ജി എസ് ടി മാത്രമാണ്. അതായത് ഇവിടെ നോക്കാം, 45,000 രൂപയാണ് സി ജി എസ് ടി എന്ന് പറഞ്ഞ എമൗണ്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കാം. ഓക്കെ, 45,000 രൂപ സി ജി എസ് ടി ഔട്ട്പുട്ട് കിടപ്പുണ്ട്. ഈ ഔട്ട്പുട്ട് എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ റിവേഴ്സ് ടാക്സ് ഓൺ ഔട്ട്വേർഡ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 45,000 സി ജി എസ് ടി. ഈ 45,000 സി ജി എസ് ടി മൈനസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഇൻപുട്ട് ഐ ജി എസ് ടി ആണ്. അത് നമ്മുടെ കമ്പനിയിൽ ഈ മാസം ഇല്ല. ഓക്കെ, അപ്പൊ അത് 0 ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് എടുക്കേണ്ട ഏതാണെന്ന് നോക്കാം, ഇൻപുട്ട്
CGST. ഓക്കെ, അത് എത്രയാണ് നോക്കാം. ഇൻപുട്ട് അതിവിടെ കിടപ്പുള്ളത് 36,000 രൂപ എന്ന് പറഞ്ഞിവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ 45,000 36,000 മൈനസ് ചെയ്തപ്പോ ഒരു എമൗണ്ട് കിട്ടി 9,000. ഓക്കെ, ഇനി ആ 9,000 എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഓക്കെ, അതാണ് ഈ പറഞ്ഞ CGSTയുടെ സെറ്റ് ഓഫ് റൂൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതേപോലെ തന്നെയാണ് SGSTയുടെ സെറ്റ് ഓഫ് റൂൾ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ സെയിം അല്ലെങ്കിൽ സിമിലർ ആണ്. അതായത് ഇവിടെ ഔട്ട്പുട്ട് CGST, ഇവിടെ ഔട്ട്പുട്ട് SGST എന്നുള്ള പേര് വരുന്നു. പിന്നെ ഫസ്റ്റ് പാർട്ട് രണ്ടിലും സെയിം ആണ്, ഇൻപുട്ട് IGST ഉപയോഗിക്കണം. സെക്കൻഡ് പാർട്ടിൽ ഇവിടെ CGST വന്നു, ഇവിടെ SGST വന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ റൂൾ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഔട്ട്പുട്ട് SGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് SGST, അതായത് ഇതിന്റെ തന്നെ ഇൻപുട്ട് എടുത്ത് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇതിന്റെ റൂൾ. ബാലൻസ് എമൗണ്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു റൂൾ വെച്ചിട്ട് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇവിടെ SGST ഔട്ട്പുട്ട് എത്രയാണ്? 45,000 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്ററിലേക്ക് പോവാം. 45,000 മൈനസ് ഇൻപുട്ട് IGST ഉണ്ടോ? അതില്ല. ഇൻപുട്ട് SGST ഉണ്ടോ? ഓക്കെ, അതുണ്ട്. 36,000. ഇവിടെ ഇതാണ് ഇൻപുട്ട് SGST എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ 36,000. 45,000 36,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് 9,000 രൂപ പറഞ്ഞ് കാണാം. ഓക്കെ, അപ്പോ ഈ ഒരു 9,000 റുപ്പീസ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ ആ ബാക്കി 9,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പൊ നേരത്തെ CGSTയുടെ പേയ്മെന്റ് എമൗണ്ട് 9,000 കിട്ടി, ഇപ്പൊ SGST എമൗണ്ട് 9,000 കിട്ടി. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കുമ്പോൾ 12,000. ഓക്കെ, അപ്പൊ ഇതൊരു മാക്സിന്റെ കളിയാണ്. പിന്നെ നിലവിലില്ലേ ഈ ഒരു ഔട്ട്പുട്ട് SGST ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എടുക്കേണ്ടത്, അതായത് ഈ പുതിയ റൂൾ അനുസരിച്ചാണെങ്കിലല്ലേ ഈ ഒരു ഇന്റഗ്രേറ്റഡ് IGST എടുക്കുന്നത് ഇൻപുട്ട് ടാക്സിന്റെ ഇന്റഗ്രേറ്റഡ് ടാക്സിന്റെ ഇൻപുട്ട് ആദ്യം ഔട്ട്പുട്ട് ലയബിലിറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാൻ എടുക്കാം. പിന്നെ സെൻട്രൽ ടാക്സിന്റെ ഔട്ട്പുട്ട് മൈനസ് ചെയ്യാൻ എടുക്കാം. ഏത് ഓർഡറിൽ വേണമെങ്കിലും. ഓക്കെ, ഇൻ എനി ഓർഡർ ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻപുട്ട് IGST സെക്കൻഡ് എടുത്ത് വെച്ചത്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇൻപുട്ട് SGST ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇൻപുട്ട് IGST നെക്സ്റ്റ് എടുക്കുക. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഈ ഓർഡർ ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാനായിട്ട്. അതായത് ഏത് സ്റ്റേറ്റ് ടാക്സ് ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ഒരു IGST ഏറ്റവും വലിയ ഒരു ചേട്ടൻ, വലിയേട്ടൻ. പിന്നെ ഈ ഒരു CGST ആണെങ്കിൽ മിഡിലുള്ള ആള്, SGST ആണെങ്കിൽ ഏറ്റവും ലോയിലുള്ള അനിയൻ എന്നുള്ള രീതി ചിന്തിക്കാം. അപ്പൊ ഈ ഒരു ഔട്ട്പുട്ട് IGSTനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇൻപുട്ട് IGST, പിന്നെ സെൻട്രൽ, പിന്നെ SGST, അങ്ങനെ ആ ഒരു ഓർഡർ വലിപ്പത്തിന്റെ ഓർഡറിൽ തന്നെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനെ മൈനസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ പേ ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എപ്പോഴും തല്ലുകൊടുത്തോണ്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഇൻപുട്ട് IGST യൂസ് ചെയ്യാം, ബാക്കി ഇൻപുട്ട് CGST ഉപയോഗിക്കുക. ഒരിക്കലും സ്റ്റേറ്റിന്റെ എടുക്കാൻ പാടില്ല. ബാക്കി എമൗണ്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. സ്റ്റേറ്റിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ ആദ്യം ഇൻപുട്ട് IGST എടുത്ത് ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി ഇൻപുട്ട് SGST എടുത്ത് ഉപയോഗിക്കുക, ബാക്കി എമൗണ്ട് പേ ചെയ്യുക. അതായത് ഇവിടെയും SGSTനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഓർഡറിലാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഇനി സെറ്റ് ഓഫിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഈ ഒരു ടാലിയിൽ സെറ്റ് ഓഫ് ചെയ്യാം. അടുത്ത ടാസ്കും അത് തന്നെ ആയിരിക്കും. അതായത് ഇപ്പോ നമ്മള് ഫസ്റ്റ് മെയ്, ഓക്കെ, നമ്മളിപ്പോ ലാസ്റ്റ് 2 ട്രാൻസാക്ഷൻ ചെയ്തിട്ട് GSTR 3Bയിലെത്തിയാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് 2 സിറ്റുവേഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് GST സെറ്റ് ഓഫ് ചെയ്യാം.
ഓക്കെ, കഴിഞ്ഞ ദിവസം അപ്പൊ 2 പർച്ചേസ് ചെയ്തു, രണ്ടും കേരളത്തിന്റെ അകത്തായിരുന്നു. ഒരു പർച്ചേസ് ഒരു സെയിൽസും ചെയ്ത്, രണ്ടും കേരളത്തിന്റെ അകത്തായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടൊക്കെ നോക്കി, ഇതാണ് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആയിരുന്നു. ഇനിയിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്റർ സ്റ്റേറ്റ്, അതായത് സംസ്ഥാനത്തിന്റെ പുറത്ത് കച്ചവടം ചെയ്യാൻ പോകും. ഓക്കെ, സംസ്ഥാനത്തിന്റെ പുറത്ത് കച്ചവടം ചെയ്യുമ്പോഴാണ് IGST എന്നുള്ള ടാക്സ് വരുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇതാണ്, 1 മെയ് 2022. അപ്പൊ ഡേറ്റ് വീണ്ടും ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പൊ 2 മെയ്യിലാണ് നിൽക്കുന്നത്, ഇതിപ്പോ വീണ്ടും 1 മെയ് ആവുന്നുണ്ട്, ഡേറ്റ് വീണ്ടും മാറ്റാം. ഗുജറാത്തിലുള്ള ഷാ IT സൊല്യൂഷൻസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. 11 HP പവിലിയൻ കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, അപ്പോ പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ് ചെയ്യേണ്ടത്. നമുക്ക് ടാലിയിലേക്ക് വരാം. 1 മെയ്ന്ന് ഡേറ്റ് ആക്കി, സെക്കൻഡ് ഇൻവോയ്സ് ആണ്. ഷാ IT സൊല്യൂഷന്റെ ഫസ്റ്റ് ഇൻവോയ്സ്, അതുകൊണ്ട് ജസ്റ്റ് INV1 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടി നെയിം ഷാ IT സൊല്യൂഷൻസ്. പാർട്ടി ലെജർ ക്രിയേറ്റ് ചെയ്യാം. ക്രെഡിറ്റർ ആണ്, ക്രെഡിറ്റർ കൊടുത്തു. പാർട്ടിയുടെ സ്റ്റേറ്റ് ഗുജറാത്ത് ആണ്, അതുകൊണ്ട് ഗുജറാത്ത് എന്നുള്ള സ്റ്റേറ്റ് കൊടുക്കുക. സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സ്റ്റേറ്റ് കേരളം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാക്സ് കിട്ടില്ല, കാരണം ഈ സിറ്റുവേഷനിൽ സ്റ്റേറ്റ് വേറെ. ഇനി ഈ ഒരു പാർട്ടിയുടെ GST നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യണം. അത് ഇവിടെ ഓക്കെ തന്നിട്ടുണ്ട്, ഇതാണ് GST നമ്പർ. ഓക്കെ, ഗുജറാത്തിലുള്ള റെഗുലർ ഡീലർ ആണ് ഷാ IT സൊല്യൂഷൻസ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പോ അയാളുടെ GST നമ്പർ മസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് എൻ്റർ ആൻഡ് സേവ് ചെയ്യാം. ഈ പാർട്ടി ഡീറ്റെയിൽസിൽ സ്റ്റേറ്റും GSTIN കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നെക്സ്റ്റ് ഇവിടെ ഉള്ളൊരു കാര്യം നോക്കാം, പ്ലേസ് ഓഫ് സപ്ലൈ. ഇതിവിടെ കേരള എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ കേരള എന്ന് വന്നത്? കേരളത്തില് ഇതിന് എന്താ പറഞ്ഞത്? കേരളത്തിലോട്ടാണ് സപ്ലൈ, അതായത് നമ്മുടെ പർച്ചേസ് മേടിക്കുന്നത് നമ്മൾ എവിടെയാണ്? നമ്മൾ കേരളത്തിൽ. ഓക്കെ, അപ്പോ സാധനം വരുന്നത് ഗുജറാത്തിൽ നിന്ന്, നമ്മൾ കൈപ്പറ്റുന്നത് കേരളത്തിൽ. അപ്പോൾ എവിടെയാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്? അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് GST ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലാണ് സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്. അപ്പോ ഗുജറാത്തിലുള്ള സാധനം മേടിക്കുന്നത് കേരളത്തില്, അപ്പോ അതിനെ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്നായിരിക്കും പറയുന്നത്. അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ കേരളം തന്നെയാണ്, അത് മാറ്റാനൊന്നും നിൽക്കണ്ട. നെക്സ്റ്റ് പർച്ചേസ് ലെഡ്ജർ, സെപ്പറേറ്റ് പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതായത് ഇപ്പൊ ടാലി യൂസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും, ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ജസ്റ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പർച്ചേസ് ലെഡ്ജർ തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നെയിം ഓഫ് ഐറ്റം, ഓൾറെഡി നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. HP ഇപ്പോൾ നമ്മളെ കയ്യിൽ 0 സ്റ്റോക്ക് ആണ്, കാരണം മേടിച്ച സാധനം അതേപോലെ തന്നെ നമ്മൾ വിറ്റു. അതിന് 18% ടാക്സ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഐറ്റം ക്രിയേറ്റ് ചെയ്ത സമയത്ത് കണ്ട HSN കോഡ്, ടാക്സ് റേറ്റ്, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ GST വന്നതിന് ശേഷം 1 India 1 ടാക്സ്, അതായത് ഇവിടെ കേരളത്തിൽ 18% ആണെങ്കിൽ ഗുജറാത്തിൽ 18 ആയിരിക്കും, മഹാരാഷ്ട്രയിലും 18 ആയിരിക്കും, എല്ലായിടത്തും ഒരേ ടാക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഒന്നും ഇനി നമ്മൾ മാറ്റാൻ നിൽക്കണ്ട, എല്ലാം ഒറ്റ ടാക്സ് ആയിരിക്കും. ഇനി 11 എണ്ണമാണ് മേടിക്കുന്നത്. ഒരെണ്ണത്തിന്റെ റേറ്റ് ട്രാൻസാക്ഷൻ അനുസരിച്ച് 40,000 തന്നെയാണ്. ഓക്കെ, അപ്പൊ റേറ്റ് മാറ്റണ്ട. ടോട്ടല് 4,40,000 പർച്ചേസ്. ഓക്കെ, ഇനി കഴിഞ്ഞ സിറ്റുവേഷൻ ചെയ്ത പോലെ ഇവിടെ ഇപ്പൊ ഔട്ട്പുട്ട് CGST ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ടാക്സ് തരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പോകുന്നില്ലെങ്കിലും സോഫ്റ്റ്വെയറിന് പോകും. നമ്മൾക്ക് തെറ്റുപറ്റി കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ തരില്ല. കാരണം എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ ഒരു വിൻഡോയിൽ നിൽക്കുമ്പോൾ കൺട്രോളും ഓയും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൗച്ചറിൽ നിൽക്കുമ്പോൾ
Ctrl+O പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഈ ടാക്സ് അനാലിസിസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇന്റർ സ്റ്റേറ്റ് പെർച്ചേസ് ടാക്സബിൾ എന്നാണ് കാണുന്നത്. അതായത് ഇന്റർ സ്റ്റേറ്റ്, സംസ്ഥാനത്തിന് പുറത്തുള്ള കാര്യം. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുന്ന പാർട്ടിയുടെ ഗുജറാത്തിലുള്ള ഒരു ഡീലറിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ സിസ്റ്റം പറയുന്നത് ഇവിടെ IGST എന്ന് പറഞ്ഞ ടാക്സ് ആണ് വരേണ്ടത് എന്നാണ് പറയുന്നത്. സിസ്റ്റം തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമ്മളെ തെറ്റ് പറ്റി CGST ലെഡ്ജറോ SGST ലെഡ്ജറോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും സിസ്റ്റം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരില്ല. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻപുട്ട് ആണ്, ഇൻപുട്ട് ടാക്സ് ആണ് വരുന്നത്, കാരണം മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻപുട്ട് IGST എന്നുള്ള പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST ആണ്, IGST ആണ്. ഇപ്പോ ഈ ടാലിയിൽ മാത്രമേ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ളൂ. അതായത് ലെഡ്ജർ അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വേറെ കുറെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ സോഹോ ബുക്സ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ഈ ലെഡ്ജർ ഒക്കെ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എളുപ്പമായി. അതായത് ജസ്റ്റ് ആ ഒരു ഐറ്റവും ക്വാണ്ടിറ്റിയും റേറ്റും മാത്രം കൊടുത്താൽ മതി. ടാക്സ് ഉൾപ്പെടെ സിസ്റ്റം തന്നെ നമുക്ക് ബില്ലിട്ട് തരും. അത്ര എളുപ്പമാണ്. ഈ പറഞ്ഞ ഇപ്പൊ ടാലി കഴിഞ്ഞിട്ട് നമുക്ക് സോഹോയിലോട്ട് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അതായത് ഈ ടാക്സ് ഒക്കെ സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ചില കാര്യങ്ങൾ പക്ഷെ ടാലി ആയിട്ട് സിമിലർ ആണ്. അപ്പൊ ഇവിടെ ഇൻപുട്ട് IGST ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ സിസ്റ്റം തന്നെ എമൗണ്ട് ഇവിടെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ സിസ്റ്റം എമൗണ്ട് ഫില്ല് ചെയ്ത് തരണം. ഇനി നിങ്ങളായിട്ട് ഫില്ല് ചെയ്യാൻ നിൽക്കരുത്, കാരണം റിപ്പോർട്ടിൽ മിസ്റ്റേക്ക് വരും. ഇവിടെ സിസ്റ്റം തന്നെ കണ്ടുപിടിച്ച് തരണം. ഓക്കെ, അപ്പൊ സിസ്റ്റം ഇങ്ങനെ എമൗണ്ട് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ 79,200 ആണ് ഇവിടെ ടോട്ടൽ ടാക്സ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്ക്രീൻഷോട്ടിലും 79,200, ടോട്ടൽ 5,19,200 ബില്ല് വന്നിട്ടുണ്ട്. തൽക്കാലം ഇ-വേ ബില്ല് എന്ന് പറയുന്ന കാര്യം നമ്മളൊന്ന് നോ ആക്കി കൊടുക്കുക. നമ്മൾ ഇ-വേ ബില്ല് പ്രിന്റ് ചെയ്യുന്നില്ല, പുതിയ ബില്ലാണ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തത് നമ്മുടെ ഒരു പർച്ചേസ് ആണ്. നമ്മുടെ പർച്ചേസ് നമ്മൾ പർച്ചേസ് ചെയ്ത ആരുടെ കയ്യിൽ നിന്ന് നോക്കുമ്പോൾ ഷാ IT സൊല്യൂഷൻസ്. അപ്പൊ ഷാ IT സൊല്യൂഷൻസ് GST രജിസ്റ്റേർഡ് ആണ്. അപ്പൊ അയാൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് അയാൾക്കുമുണ്ട് ഇങ്ങനെ ഒരു GST നമ്പർ. അയാൾക്കും അപ്പൊ GST സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ അയാളുടെ കമ്പനിയിൽ ഒരു സെയിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് GST സൈറ്റിനെ അറിയിക്കും. അപ്പോ GST സൈറ്റിനെ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ സൈറ്റിലും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടിനെ നമ്മളിപ്പോ ഡിസ്പ്ലേയിൽ ഈ ഒരു GST റിപ്പോർട്ടിൽ പോയി കഴിയുമ്പോൾ ഈ GSTR 2A എന്ന് പറയുന്നത് ഇതിനെ ഓട്ടോ പോപ്പുലേറ്റഡ് റിപ്പോർട്ട് എന്നും കൂടി പറയും. അതായത് തനിയെ വരും, ഇത് നമ്മളായിട്ട് ചെയ്യേണ്ട. നമ്മുടെ വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ ഇൻഫോർമേഷൻ വരും. അതായത് നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് വേറൊരാളുടെ സെയിലാണ്. അപ്പോൾ അയാൾ സെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കാണാൻ പറ്റും. ഇനിയിപ്പോ ഇവിടെ GSTR 2 എടുത്ത് നോക്കുമ്പോൾ ഇവിടെ B2B ഇൻവോയ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വൗച്ചർ കൗണ്ട് ഇപ്പൊ 2 ആയിട്ടാണ് കിടക്കുന്നത്. കാരണം 2 വൗച്ചേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ബില്ലും കാണാം. DLF ലിമിറ്റഡും ഷാ IT സൊല്യൂഷൻസ് 2 ഇൻവോയ്സും കാണാൻ പറ്റും. ഇനി ഇവിടെ ടാക്സ് എമൗണ്ടും സിസ്റ്റം തന്നെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. 79,200, 36. ഈ 36 CGST SGST വന്നത് നേരത്തെ ആദ്യത്തെ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ്. ഈ ഒരു 79,200 വന്നിട്ടുള്ളത് ഇപ്പൊ നടത്തിയ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ്. അപ്പൊ അതിന്റെയാണ് IGST നടക്കുന്നത്, CGST SGST. ഓക്കെ, അപ്പോ അങ്ങനെ പർച്ചേസ് ഇവിടെ ഇപ്പൊ റെക്കോർഡ് ആയിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഉള്ളത് ഒരു സെയിൽസ് ആണ്. RK കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിലേക്ക് നമ്മൾ 11 HP കമ്പ്യൂട്ടേഴ്സ് വിൽക്കുന്നു 50,000 രൂപക്ക്. ഇതൊരു കസ്റ്റമർ ആണ്, കർണാടകയിലുള്ള ഒരു കസ്റ്റമർ ആണ്. ഓക്കെ, അപ്പോ കേരളത്തിലുള്ള സാധനം എത്താൻ പോകുന്നത് ഇനി കർണാടകയിലാണ്. ഓക്കെ, അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ കർണാടകയാണ്. അപ്പൊ കർണാടക ആയതുകൊണ്ട് ഇവിടെ വരുന്നത് IGST എന്നുള്ള ടാക്സ് ആയിരിക്കും വരുന്നത്. കാരണം സ്വന്തം സംസ്ഥാനത്തിന് പുറത്തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ IGST ആയിരിക്കും വരുന്നത്. അതിന്റെ കംപ്ലീറ്റ് ടാക്സ് പോകേണ്ടത് സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് ടാക്സ് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ സിറ്റുവേഷനിൽ
നമ്മൾ ടാലിയിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് വൗച്ചറിൽ പോയി സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് ഇനി ഡേറ്റ് 2 മെയ് ആണ്. ഡേറ്റ് ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് ഇൻവോയ്സ് ആണ് നമ്മുടെ കമ്പനിയുടെ. പാർട്ടി ലെജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. RK കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് സൺട്രി ഡെപ്റ്റർ കർണാടകയിലുള്ള പാർട്ടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇവിടെ കർണാടക എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ ടൈപ്പ് ഇവിടെ ഈ ഒരു വ്യക്തി റെഗുലർ ഡീലർ അല്ല. റെഗുലർ ഡീലർക്കായിരിക്കും ഈ പറഞ്ഞ GST നമ്പർ ഒക്കെ ഉണ്ടാകുന്നത്. ഇയാളൊരു കൺസ്യൂമർ ആണ്. അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ടൈപ്പ് കൺസ്യൂമർ എന്നുള്ള രീതിയിലാണ്. ഇനി കൺസ്യൂമർക്ക് GST നമ്പർ ഉണ്ടാവില്ല. GST സൈറ്റിൽ ഉള്ള ഒരാൾക്ക്, ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് നമുക്ക് GST നമ്പർ ഇല്ല. ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് GST നമ്പർ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കൺസ്യൂമർക്ക് GST നമ്പർ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം. സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ സിസ്റ്റം തന്നെ കർണാടക സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കിനി സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യാം. കമ്പ്യൂട്ടർ ചൂസ് ചെയ്യാം. നോക്കുമ്പോൾ 11 കമ്പ്യൂട്ടേഴ്സ് മേടിച്ച് വെച്ചതുണ്ട്. 11 നമ്മൾ വിൽക്കുന്നു 50,000 രൂപക്ക്. 5,50,000 രൂപ. ഇനിയിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഔട്ട്പുട്ട് SGST CGST വെച്ചിട്ട് കാര്യമില്ല. സിസ്റ്റം അമൗണ്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഈ സിറ്റുവേഷനിൽ വരുന്നത് ഔട്ട്പുട്ട് IGST എന്നുള്ള ടാക്സ് ആയിരിക്കും വരുന്നത്. IGST ലെജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഗ്രൂപ്പ് കൊടുക്കുക. GST ആണ്. ഏത് ടാക്സ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. IGST ആണെങ്കിൽ IGST എന്ന് സെലക്ട് ചെയ്യുക. സേവ്. അങ്ങനെ ടോട്ടല് 99,000 രൂപയാണ് ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 99,000 6,49,000 ടോട്ടൽ എമൗണ്ട് വരും. ഇനി ഈ ഒരു ടാക്സ് എമൗണ്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കൺട്രോളും ഓയും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിലേറ്റഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ബട്ടൺ ബാറിൽ കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. GST ടാക്സ് അനാലിസിസ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു 99,000 വന്നതെന്ന് കാണാൻ പറ്റും. 550ന്റെ 18% എടുക്കുമ്പോൾ 99,000 എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ തന്നെ ടാലി കാണിച്ചു തരും. ഓക്കെ, ഇനി ഇതെല്ലാം സേവ് ചെയ്യാം. ഓക്കെ, ഈ വേ ബില്ല് നോ ആക്കാം. ഇനിയിപ്പോ ഡിസ്പ്ലേയിൽ പോയി GST റിപ്പോർട്ട്സിൽ GSTR 3B എടുത്ത് നോക്കാം. മെയ്യിലാണ് എല്ലാ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഫസ്റ്റ് മെയ് ടു 31 മെയ് എടുക്കുമ്പോൾ ഇതുവരെയുള്ള എല്ലാ ട്രാൻസാക്ഷന്റെയും സമ്മറി കാണാൻ പറ്റും. ഇവിടെ ടാക്സ് ഓൺ ഔട്ട്വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് 1050 ആണ് ടോട്ടൽ കച്ചവടം നടന്നിട്ടുള്ളത്. അതില് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് എത്രയുണ്ട്? 550. ഓക്കെ, 1050 ടോട്ടല് 550. ഇനി 1050 എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ 1050 വരുന്നത്. 5 ലക്ഷം പ്ലസ് 550 അങ്ങനെയാണ് 1050, 10,50,000 വരുന്നത്. ഓക്കെ, അപ്പൊ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊന്ന് കാണുന്നുള്ളൂ. അതായത് ആകെ ടാക്സും ഇന്റർ സ്റ്റേറ്റ് ടാക്സും എത്രയുണ്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് പർച്ചേസ് ചെയ്തതിലൂടെ എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. IGST ഇത്രയുമുണ്ട്, CGST ഇത്രയുമുണ്ട്, SGST ഇത്രയുമുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് മുകളിലുള്ള ഇൻഫോർമേഷൻ തന്നെ താഴത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തതാണ്. സെയിം ഈ എമൗണ്ട് തന്നെയാണ് താഴെ വന്നിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും മൈനസ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചിട്ടായിരിക്കും ഇവിടേക്ക് വരുന്നത്. നിലവിൽ ഇപ്പൊ അങ്ങനെ കുറക്കാനൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്തു തരുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ വല്ല കണക്ക് കൂട്ടി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എക്സലിൽ കൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാവരും ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റിന് വേറെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വർക്ക് ലോഡ് കുറയ്ക്കുകയാണ്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ ഈ ബില്ലിൽ തന്നെ ബില്ലിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതായത് ഈ ടാക്സ് എമൗണ്ട് ഒക്കെ സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മളെടുത്ത് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടേണ്ടി വരും. ബുദ്ധിമുട്ടാണ്. പഴയ ചില കടകളിലൊക്കെ ചെയ്യുന്ന പോലെ ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഈ 5 ലക്ഷം 10 ലക്ഷത്തിന്റെ ഒക്കെ ബില്ലുകൾ നമ്മളിങ്ങനെ കൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാവരും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടാലി പോലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ഇ വേ ബില്ല് എന്ന് പറയുന്ന കാര്യം നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇ വേ ബില്ല് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം ഇത്രയും നോർമൽ ബില്ലുകൾ നിങ്ങളുടെ ക്ലിയർ ആവട്ടെ. അപ്പോ ഇന്നിപ്പോ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടാവും. ടോട്ടല് 4 ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോ ഇതെല്ലാം കൂടി സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഓക്കെ, ഇതില് സ്റ്റെപ്പ് 9 ഉണ്ട്. 9 ഇപ്പൊ ചെയ്യണ്ട, 9ലേക്ക് നമുക്ക് പിന്നീട് എത്താം. ആ PDF-ല് കഴിഞ്ഞ ദിവസം അയച്ച PDF തന്നെ നോക്കിയാൽ മതി. അതില് 8ാമത്തെ സ്റ്റെപ്പ് വരെ ചെയ്യാം. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ GST റിപ്പോർട്ട്. ഈ സ്ക്രീൻഷോട്ടിലുള്ള GST റിപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാം. ടോട്ടൽ 4 ട്രാൻസാക്ഷൻസ് GST റിപ്പോർട്ട് കറക്റ്റ് ആക്കി വെക്കും. ഓക്കെ, അപ്പൊ സിസ്റ്റത്തിലേക്ക് ഇരുന്നു ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് സിസ്റ്റത്തിലേക്ക് ഇരിക്കും.